ഹലോ അസ്സലാമു അലൈക്കും. ജാറാസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ കറിയൊക്കെ വെല്ലുന്ന ടേസ്റ്റിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേരള സ്റ്റൈൽ ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. എല്ലാവരും ഈ ഒരു റെസിപ്പി കാണുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/4 കിലോ കടല കുതിർത്ത് വെച്ചിട്ടുണ്ട്, ഒരു 2 സവാള കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 തക്കാളിയും 4-5 പച്ചമുളകും ചെറുതായിട്ട് വട്ടത്തിനരിഞ്ഞതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തു. 2 ഇടത്തരം സവാളയാണ് നമ്മൾ കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതിനെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. രാവിലെ സ്കൂളിൽ കുട്ടികൾ വിടുന്ന സമയത്ത്, തിരക്കുള്ള സമയത്താണെങ്കിലും, അതുപോലെ രാത്രി ഡിന്നറിന് എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണ്. ഇനി നമ്മളിതിലേക്ക് നമ്മളുടെ തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുത്തു. നമുക്കിനി ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് വെന്തുടയുന്ന രീതിയിലൊന്നും വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. കാരണം നമ്മളിതിനെ നന്നായിട്ട് വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് വഴറ്റി കൊടുക്കണ്ട. വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നോൺ വെജ് വിഭവങ്ങളെക്കാളും ഇങ്ങനെ കിടപിടിച്ച് നിൽക്കുന്ന രീതിയിലുള്ളൊരു ടേസ്റ്റുള്ളൊരു കടലക്കറിയാണ്. നിങ്ങളെല്ലാവരും ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. കൂടി പോകണ്ട, കുറച്ച് തന്നെ മതി കേട്ടോ. കുറച്ച് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ അതിനെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനുശേഷം 2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ എരിവിനനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ പൊടികളുടെ മണം ഒന്ന് മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയമൊന്നും വഴറ്റണ്ട. അതിന് ശേഷം നമ്മൾ കുതിർത്ത് വച്ചിരിക്കുന്ന, ഓവർനൈറ്റ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 1/4 കിലോ കടലയും അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഈ മസാലയൊക്കെ നമ്മളുടെ കടലയിൽ നന്നായിട്ടൊന്ന് പറ്റുന്നത് പോലെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിന് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ കടല മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന്, അതിന് ഒരുപാടങ്ങ് മുകളിലാവുന്ന തരത്തിൽ വേണ്ട. കടലയുടെ ജസ്റ്റ് മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം മാത്രം എടുത്താൽ മതി. എന്നിട്ട് ഞാനൊരു 5-6 വിസിൽ നന്നായിട്ട് ഇതിനെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇത്ര ഈസി ആയിട്ട് നമ്മളുടെ കടലക്കറി റെഡിയായി. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇതിനൊന്ന് സിമ്മാക്കി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കറി നന്നായിട്ടൊന്ന് കുറുകി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഒരു 5 മിനിറ്റ് ആയപ്പോൾ നമ്മളുടെ കറി ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്ര ഈസി ആയിട്ട് നമ്മൾ എന്ത് സൂപ്പറായിട്ടുള്ള കടലക്കറിയാണ് റെഡിയാക്കിയെന്ന് കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും മടിക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പം ഞാനിത് പൂരിക്കൊപ്പമാണ് സെർവ് ചെയ്തിരിക്കുന്നത്. എൻ്റെ മക്കളുടെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഡിന്നറാണ് ഈ പൂരിയും കടലക്കറിയും, കൂട്ടിന് ഈ സവാളയും നാരങ്ങയും. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ കോമ്പിനേഷനായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പത്തിനും പുട്ടിനും ചപ്പാത്തിക്കും ചോറിനും വരെ പറ്റിയ ഒരു കടലക്കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും എന്നെ അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.